എല്ലാവർക്കും മലപ്പുറം ക്വിസിലേക്ക് സ്വാഗതം. പ്രതിഭ ക്വിസ് ഈ വരുന്ന ഓഗസ്റ്റ് 30 പ്രതിഭ ക്വിസ് സ്കൂൾ തല മത്സരമാണ്. അതിലേക്ക് ആവശ്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ ഉള്ളത്? ഉത്തരം വരയാടാണ്. വരയാടാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മൃഗം. ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനം ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് നിർമ്മിക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ ആദ്യ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഒറ്റപ്പാലമാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. ജില്ല എന്ന് ചോദിച്ചാൽ പാലക്കാട് എന്ന് എഴുതാട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്ത്? ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ചക്രവർത്തിയുമായി ബന്ധമുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത് ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ്? അശോകൻ. ചക്രവർത്തി അശോകനുമായി ബന്ധപ്പെട്ടതാണ്. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? സ്പീക്കർ CH മുഹമ്മദ് കോയയായിരുന്നു. CH മുഹമ്മദ് കോയ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ എവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമയാണ് ജടായു പാർക്ക്. ചടയമംഗലം കൊല്ലത്തെ ജടായു പാർക്ക്. എവിടെ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത്? എവിടെ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത്? ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു? സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി 168 ദിവസമാണ് ഗാന്ധിജി ജീവിച്ചത്. ലോകാരോഗ്യ ദിനം എന്ന്. ലോകാരോഗ്യ ദിനം എന്നാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. ഭാരതരത്ന. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹത്തിൻ്റെ സഹായത്താലാണ്? വിക്ടേഴ്സ് എന്നാണ് കേട്ടോ. ഉത്തരം എജുസാറ്റ്. ഉത്തരം എജുസാറ്റ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അല്ലാമ ഇക്ബാൽ ആണ്. ഉത്തരം അല്ലാമ ഇക്ബാൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം, തീയതി, മാസം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം, തീയതി, മാസം. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയെയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്
അവസാനമായി മാമാങ്കം നടന്ന വർഷം. അവസാനമായി മാമാങ്കം നടന്ന വർഷം. ഉത്തരം 1755 അവസാനമായി മാമാങ്കം നടന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്, ബോംബെയിലാണ് കേട്ടോ. എന്നാൽ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലും.